നമുക്കേ ഈ സാരി ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യാം. സാരി ഡ്രൈ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഡ്രൈ ക്ലീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്തോ ഒരു സംഭവമാണ്, ഭയങ്കരമാണോ ഡ്രൈ ക്ലീൻ ചെയ്യാനുള്ളവർക്ക് അറിയാവൂ എന്നൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷേ എൻ്റെ ഈ സാരി ഞാനൊന്ന് ഡ്രൈ ക്ലീൻ ചെയ്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിലേക്ക് വേണ്ടി ഒരു ബക്കറ്റ് എടുത്തു. അതിലേക്ക് നമുക്കൊരു ആദ്യം ആവശ്യം എന്താ, ഒരു 2 സ്പൂണ് ഉപ്പാണ് ആവശ്യം. 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ഇതാ കണ്ടല്ലോ, ഇതിന് 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് കാണാമേ. ഈ ഉപ്പും വെള്ളവും ഇട്ടെടുത്ത് നല്ലവണ്ണം കലക്കി കൊടുക്കാം. നല്ലവണ്ണം കലക്കിയതിന് ശേഷം നമ്മൾ ഈ സാരി നമ്മൾ നല്ലവണ്ണം നൂത്ത് നല്ലവണ്ണം മടക്കിയതാണ്. എന്നിട്ട് നമുക്കിതിലോട്ട് മുക്കി വയ്ക്കാം. ഇത് ഞാൻ ഇങ്ങനെ മുക്കി ഒരു 5 മിനിറ്റ് പോലും വയ്ക്കണ്ട കേട്ടോ. ഒരു 2 മിനിറ്റ് നമ്മളിങ്ങനെ മുക്കി വെച്ചിട്ട് നമുക്കെടുത്ത് കാണാമേ. അപ്പോൾ നമുക്ക് ഒന്ന് സാരിയൊക്കെ നല്ല വെള്ളം മുണ്ടൊക്കെയാണ് ഡ്രൈ ക്ലീൻ ചെയ്യണത്. ശരിക്കും പൈസ കൊടുത്തിട്ട് ചെയ്യണത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ഉപ്പിട്ട് അത് ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതാ ഉപ്പിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ ഒരു 5 മിനിറ്റ്. അങ്ങനെ ഉപ്പിട്ടതാ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. ഒരു വെള്ളം കഴുകിയാണ് കേട്ടോ. നല്ല വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കഴുകുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഒരു ഷാമ്പൂലാണ് നമ്മൾ കഴുകാൻ പോണത്. അങ്ങനെ നമ്മൾ ഒരു ഷാമ്പൂ പൊട്ടിച്ച് വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കണ്ടല്ലോ നിങ്ങൾ, നല്ലവണ്ണം കാണണം. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഷാമ്പൂ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഷാമ്പൂ വെള്ളം റെഡിയായി. നമുക്ക് സാരിയെ ഷാമ്പൂ വെള്ളത്തിൽ മുക്കി ഒരു 2 മിനിറ്റ് നേരം വയ്ക്കാം. ഇങ്ങനത്തെ ഷാമ്പൂ വെള്ളമൊക്കെ മുക്കി എടുത്തു. ഇനി നമുക്കിതിന് പശ മുക്കാം. ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം എടുത്തു. ഇനി നമുക്കിതാ ക്രിപ്സം ഷൈൻ അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിനെ നല്ലവണ്ണം മുക്കി ഇതാ ഒരു കുറച്ച് ആവശ്യത്തിന് ഒഴിക്കണം കേട്ടോ. എങ്കിലേ നല്ല ഇതായിരിക്കുള്ളൂ, നല്ല വടി പോലെ ഇരിക്കുള്ളൂ. നല്ലവണ്ണം കരയ്ക്കതിന് ശേഷം കുറച്ച് മണം കിട്ടാൻ വേണ്ടി നമുക്ക് കംഫർട്ട് ഉപയോഗിച്ച് കൊടുക്കാമേ. ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ബൈ സാരി മുക്കി വെക്കുകയാണ്. ഇനി ഇതിങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് നേരം നമുക്കിങ്ങനെ വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് വിരിക്കാം. നമ്മൾ വെള്ളമൊന്നും പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ഇത് നല്ലവണ്ണം വെള്ളത്തോടെ തന്നെ നമ്മളെടുത്ത് വിരിക്കണം. എങ്കിലേ സാരിക്കൊക്കെ നല്ല, നമുക്ക് ഏത് സാരി വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ പട്ട് സാരികൾ ഏത് സാരി വേണം, നമ്മൾ കളർ ഇളകണ സാരിയാണെങ്കിലും നമ്മളിങ്ങനെ ചെയ്യുമ്പം കളറിൻ്റെ ഇളവ് കുറയും കേട്ടോ. നല്ല കട്ടി കിട്ടും സാരിക്ക്. അടിപൊളി. അപ്പം ഇനി നമുക്ക് വിടർത്തിയിടുമ്പോൾ കാണാം. സാരിയൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്ത് ഞാനിതാ ഉണങ്ങാനിടയാണ്. വൈകുന്നേരമായി കേട്ടോ. ഇത് വൈകുന്നേരമാണ് ഇടുന്നത്. അങ്ങനെ ഞാൻ ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ സാരി ഞാൻ എന്തെങ്കിലും നിങ്ങൾക്കിനി ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ സ്വന്തമായിട്ട് തന്നെ ഡ്രൈ ക്ലീൻ ചെയ്യാമെന്നുള്ളത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. എനിക്കിത് ഒരാൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. ഗുഡ് മോർണിംഗ്.